ഹലോ ഗൈസ്, എല്ലാവരെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു വിളിച്ചോ? ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ന്യൂ ഇയർ ആണല്ലോ. ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ കലണ്ടർ മെയിൻ ആണല്ലോ. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു കലണ്ടർ സെറ്റ് ചെയ്തെടുത്താലോ? ഈ ഫോട്ടോ കലണ്ടേഴ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം റേറ്റ് ആവും. അത് നമുക്കൊരു 50 രൂപയ്ക്കകത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാവും? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 12 പീസ് പേപ്പർ വേണം. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് 4ആയിട്ടോ 2ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 12 പീസ് പേപ്പർ വേണം. അതിൻ്റെ അകത്ത് നമ്മൾ ഗൂഗിളിൽ കയറി തപ്പി കഴിഞ്ഞാൽ 2026 കലണ്ടർ കിട്ടും. അത് അതേപോലെ ഒന്ന് പകർത്തിയെടുക്കുക. ശേഷം നമുക്ക് കുറച്ച് പോളറോയിഡ്സ് ആണ് വേണ്ടത്. അത് നമ്മളാണെങ്കിൽ നമ്മുടെ പ്രിൻ്റൊക്കെ എടുക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു 50 രൂപയ്ക്കകത്തോ 30 രൂപയ്ക്കകത്തോ നമുക്കത് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണ്ടുന്ന ഫോട്ടോസ് അതുപോലത്തെ ഒരു 12 ഫോട്ടോസ് എടുക്കുക. ശേഷം എന്താ ഈ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ആദ്യം ഞാൻ ആ വൈറ്റ് പോർഷൻ കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചത്. പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ വൈറ്റ് പോർഷനും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ പോളറോയിഡ് പോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കലണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴ്ഭാഗം കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടുകൊണ്ട് ഞാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഡിസൈനും കൂടെ അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കാണെങ്കിൽ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഇത് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. ഈ കാണുന്ന പോലെ ഒരു സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ശേഷം നമ്മുടെ കലണ്ടറും കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റായില്ലേ? ഈ ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റിയ സംഭവമായി കിട്ടിയില്ലേ? അപ്പം എങ്ങനെയാ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യത്തില്ലേ? പിന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ കാണുന്ന പലരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക്.